ഹായ് എവ്രി വൺ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് അച്ഛനും അമ്മയും ഞാനും കൂടി ദുബായിക്ക് പോവാണ്. ആദ്യമായിട്ടാണ് അച്ഛനും അമ്മയും പുറത്തു പോകുന്നത്. ഞാനൊരു 10 years മുന്നേ ദുബായിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാത്രി സമയം 11:20 ഞങ്ങളവിടെ എയർപോർട്ടിൽ ഏകദേശം ഒരു 12:15 ആകുമ്പോൾ എത്താനാണ് ടാർഗറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അച്ഛനമ്മയും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട്, അപ്പോൾ അത് പുതിയ ഫ്രെയിമൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. പുതിയ ഷൂ ഒക്കെ ആയിട്ട് സെറ്റ് ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലം കിട്ടി. ഒട്ടുമിക്ക ആൾക്കാരും വരുന്നുണ്ട്. 2 ബാച്ചിനെ കണ്ടു. ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന 2 ബാച്ച് ആൾക്കാരെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അമ്മ അവിടെ ഇരിക്കുന്ന അച്ഛന് ചായ കുടിക്കാനായിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഏകദേശം 4.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. ഞങ്ങൾ അബുദാബിയിലാണ് ലാൻഡ് ചെയ്തത്. ഞങ്ങളുടെ കൂടെ അക്ബർ ട്രാവൽസിൻ്റെ മാനേജറായ ഷെഹനാസ് ട്രിപ്പ് മുഴുവനും ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രഷ് ആവാനായിട്ട് ഞങ്ങൾ എല്ലാവരും എയർപോർട്ടിൽ തന്നെയുള്ള വാഷ്റൂംസാണ് യൂസ് ചെയ്തത്. പിന്നെ ഇപ്പോഴത്തെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചുള്ള എമിഗ്രേഷൻ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പുറത്തേക്ക് എത്തി. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പുതിയ അബുദാബി എയർപോർട്ടിലാണ്. ജസ്റ്റ് ഒന്ന് ചുറ്റി കണ്ടു, കാരണം അധികം ടൈം ഉണ്ടായിരുന്നില്ല. ബസ് വന്ന് കാത്തിരിക്കുകയായിരുന്നു. ബസ് വന്നു കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ കയറി. കാരണം നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വിടുന്നുണ്ടായിരുന്നത്. അതിനുശേഷം അബുദാബി സിറ്റി ടൂറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് വിട്ടു. UAE എന്ന് പറയുന്നത് വാഹനപ്രേമികളുടെ ഒരു പറുദീസയാണല്ലോ. ഞങ്ങളെ ഒട്ടും നിരാശപ്പെടുത്തിയില്ല. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നേരെ ബഫേ കൗണ്ടറിലേക്ക് ചെന്നു. മോഡിൽ റമദയിലായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരുന്നത്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇന്ത്യൻ ഡിഷസും വെസ്റ്റേൺ ഡിഷസും എല്ലാം ഒരുപോലെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് സിറ്റി ടൂറിലേക്ക് കടന്നു. സിറ്റി ടൂറിൽ പ്രസിഡൻഷ്യൽ പാലസും ബാക്കിയുള്ള സ്ഥലങ്ങളും എല്ലാം കവർ ചെയ്ത് ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷനായ ഗ്രാൻഡ് മോസ്കിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗ്രാൻഡ് മോസ്കിൻ്റെ പാർക്കിങ്ങിലെത്തി ഞങ്ങളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ ഗ്രാൻഡ് മോസ്കിൻ്റെ എൻട്രൻസിലേക്ക് നടന്നു. എൻട്രൻസ് കടന്ന് താഴത്തേക്ക് പോയപ്പോഴാണ് ഏറ്റവും രസകരമായ കാര്യം. ശരിക്കും നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ എത്തിയ ഒരു പ്രതീതിയായിരുന്നു. അവിടുത്തെ ഷോപ്സൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. കാരണം ഞങ്ങൾ മെയിൻ എൻട്രൻസിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ലായിരുന്നു. കുറച്ച് ദൂരം ബാക്കിയുണ്ടായിരുന്നു. അവിടെ എത്തി സെക്യൂരിറ്റി ചെക്സ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഉള്ളിലേക്ക് കടന്നു. വളരെ മനോഹരമായ ട്രഡീഷണൽ ആൻഡ് മോഡേൺ ആർക്കിടെക്ചർ മിക്സ് ചെയ്തിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഗ്രാൻഡ് മോസ്ക്.
ഗ്രാൻഡ് മോസ്ക് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പായി, കാരണം ഒത്തിരി നടക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് വണ്ടി നേരെ ലഞ്ചിലേക്ക് വിട്ടു. നല്ല അടിപൊളി ലഞ്ചായിരുന്നു. ഞങ്ങൾ വയറ് നിറയെ കഴിച്ചു. ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു പാകിസ്ഥാനി ഷെഫാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്തിരുന്നത്. അദ്ദേഹത്തിൽ നിന്ന് പരിചയപ്പെടാനുള്ള ഒരു അവസരം കിട്ടി അതിനിടയിൽ. അബുദാബിയിൽ നിന്നും ലഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ സെയിം ബസ്സിന് തന്നെ ദുബായിക്ക് തിരിച്ചു. ഏകദേശം ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ദുബായി എത്തി. ഞങ്ങൾ ദുബായിൽ ഷെയ്ഖ് സായദ് റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഭയങ്കര മനോഹരമായ കാഴ്ചകളായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വലിയ ബിൽഡിങ്സും ആ പണിതിരിക്കുന്ന രീതിയും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ട്രാഫിക് ഫ്ലോയും എല്ലാം ഞങ്ങളെ ഒത്തിരി അതിശയിപ്പിച്ചു ശരിക്കും പറഞ്ഞാൽ. ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും ഒത്തിരി ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റൂമിലെത്തി ഫ്രഷായി നല്ലൊരു ഉറക്കം പാസ്സാക്കി. ഒരിക്കലും ഉറങ്ങാത്ത ദുബായിയുടെ നൈറ്റ് ലൈഫ് കാണാൻ വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ബസ് കാത്തു നിന്നു. ബസ് വന്നിട്ട് വേണം നേരെ ദൗ ക്രൂസിലേക്ക് പോകാനായിട്ട്. എക്സൈറ്റ്മെൻറ്റ് പോകാതിരിക്കാൻ വേണ്ടി ഗൂഗിൾ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ നോക്കാതെയാണ് ദൗ ക്രൂസ് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എത്തിയത്. വളരെ മനോഹരമായി അലങ്കരിച്ച ബോട്ടുകളാണ് ഞങ്ങളെ വെൽക്കം ചെയ്തത്. ദൗ ക്രൂസിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ ഡിന്നർ അറേഞ്ച് ചെയ്തിരുന്നത്. കുഴപ്പമുണ്ടായിരുന്നില്ല, ഓക്കെ ഫുഡായിരുന്നു. ഇറ്റ് വാസ് ആവറേജ്. നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അത്രയും പറയാൻ പറ്റുള്ളൂ. പക്ഷേ ദൗ ക്രൂസിൻ്റെ ശരിക്കുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് വ്യൂ ആണ്. ദുബായ് സിറ്റിയുടെ ലൈറ്റിങ്ങും ദുബായ് സിറ്റിയുടെ നൈറ്റ് ലൈഫിൻ്റെ ബ്യൂട്ടിയും നമുക്ക് ശരിക്കും ഈ ഒരു ക്രൂസിൽ എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല ക്ലൈമറ്റും ആയിരുന്നു. ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ടൈം ആയതുകൊണ്ട് ഇറ്റ് വാസ് വെരി കൂൾ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു. ഒത്തിരി എൻജോയ് ചെയ്തു നല്ല പാട്ടുകളൊക്കെ വെച്ച്. ക്രൂസിലെ മറ്റൊരു മേജർ അട്രാക്ഷനായിരുന്നു ഈജിപ്ഷ്യൻ ഫോക്ക് ഡാൻസായ തനൂറ. ഈ ഒരു ആർട്ട് ഫോം പെർഫോം ചെയ്യാന്ന് പറയുന്നത് നിയർ ടു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ടാണ് ഇവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഒരു ബ്രേക്ക് പോലും എടുക്കാതെ.
അങ്ങനെ ദൗ ക്രൂസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ബസ്സിലേക്ക് കയറി, കാരണം ഉറങ്ങണം, പിറ്റേ ദിവസം രാവിലെ പോകാനുള്ളതാണ്. അപ്പോൾ ഡേ 2 വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും തിരിച്ചു വരാം.